ജിഷ കൊലക്കേസ് അന്വേഷണത്തിൽ വീഴ്ച സമ്മതിച്ച് DGP. പോസ്റ്റ്മോർട്ടം വീഡിയോയിൽ പകർത്തിയില്ലെന്ന് DGP ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകിയ റിപ്പോർട്ടിലാണ് DGPയുടെ പരാമർശം. ഫോട്ടോ മാത്രമാണ് എടുത്തതെന്ന് DGP റിപ്പോർട്ടിൽ പറയുന്നു. വിവരങ്ങളുമായി എക്സിക്യൂട്ടീവ് എഡിറ്റർ M. രാജീവ് ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നു. രാജീവ്, ഈ കേസിൽ പോലീസിന്റെ തുടക്കം മുതലുള്ള ഓരോ നടപടികളും വിവാദമായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ പോസ്റ്റ്മോർട്ടം വീഡിയോയിൽ പകർത്തിയില്ല എന്നതും ധൃതി പിടിച്ച് നടത്തിയ പോസ്റ്റ്മോർട്ടവും. DGP പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മനു, വളരെ നിർണായകമായ ഒരു റിപ്പോർട്ടാണ് ഇന്ന് DGP ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകിയിട്ടുള്ളത്. അല്പം മുമ്പാണ് DGP ആഭ്യന്തര സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. ഇതിലാണ് ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. വലിയ വീഴ്ച പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് DGPയുടെ റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇതുപോലെയുള്ള ഭീകരമായ ഒരു ദാരുണമായ ഒരു കൊലപാതകത്തിൽ ഈ കൊലപാതകത്തിൽ പോസ്റ്റ്മോർട്ടം അടക്കം നടത്തുമ്പോൾ വീഡിയോയിൽ പകർത്തിയില്ല എന്ന് DGP സമ്മതിച്ചിരിക്കുകയാണ്. ഈ റിപ്പോർട്ടിൽ ഫോട്ടോകൾ മാത്രമാണ് എടുത്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. വീഡിയോയിൽ പകർത്തണമെന്ന് നിയമമില്ലെങ്കിൽ പോലും വലിയ നിർണായക കേസുകളിൽ അല്ലെങ്കിൽ കൊലപാതകം പോലുള്ള സംഭവങ്ങളിൽ ഇത്തരത്തിൽ വീഡിയോയിൽ പകർത്തുന്നത് അന്വേഷണത്തെ സുഗമമാക്കാൻ സഹായിക്കും എന്നിരിക്കെ, അത്തരത്തിൽ പോലീസ് ചെയ്യുമെന്നിരിക്കെ ഇവിടെ വളരെ ശക്തമായൊരു വീഴ്ച ഇക്കാര്യത്തിൽ വന്നിരിക്കുകയാണ്. ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകിയ ഈ റിപ്പോർട്ടിലാണ് DGP വീഡിയോയിൽ പകർത്തിയിട്ടില്ല എന്ന കാര്യം അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ പോലീസ് ഈ കേസ് അന്വേഷിക്കുന്നതിൽ ആദ്യം മുതലേ വീഴ്ച വരുത്തിയെന്നതിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അന്വേഷണത്തിൽ നിരവധി പാളിച്ചകളാണ് ഉണ്ടായിട്ടുള്ളത്. സംഭവ ദിവസം മുതൽ തന്നെ അന്വേഷണം ആരംഭിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. 4 ദിവസം കഴിഞ്ഞാണ് ഇത് സംബന്ധിച്ച അന്വേഷണം ആരംഭിക്കുന്നത് തന്നെ. പോസ്റ്റ്മോർട്ടം പോലീസ് സർജനെ കൊണ്ട് ചെയ്യിച്ചില്ല, പകരം ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരാണ് ചെയ്തത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. പോലീസ് സർജനെ കൊണ്ട് വളരെ സൂക്ഷ്മമായി ചെയ്യിക്കേണ്ട പോസ്റ്റ്മോർട്ടമാണ് പോലീസ് ഇങ്ങനെ ചെയ്യാതിരിക്കുന്നത്. അതുമാത്രമല്ല, വീഡിയോ എടുക്കുന്നത് വളരെ നിർണായകമാണ്. ഇത്തരത്തിൽ കേസിൽ മറ്റു അന്വേഷണത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾക്ക് സഹായകരമാകുമെന്നിരിക്കെ പോലീസ് വീഡിയോ ഒഴിവാക്കി ഫോട്ടോഗ്രാഫറെ നിയമിക്കുക മാത്രമാണ് ചെയ്തത് എന്നാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ മറ്റു പരിശോധനകൾക്കായി മൃതദേഹം സൂക്ഷിച്ചില്ല എന്ന വലിയ തെറ്റും ചെയ്തിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ഉടനെ തന്നെ ജിഷയുടെ മൃതദേഹം സംസ്കരിക്കാനുള്ള നടപടികളാണ് പോലീസ് കൈക്കൊണ്ടത്. ഇക്കാര്യം ഈ ധൃതി പിടിച്ച് സംസ്കരിക്കുന്നതിൻ്റെ ഭാഗമായി ജിഷയുടെ വീട്ടിലേക്ക് പോലും മൃതദേഹം കൊണ്ടുപോകാതെ അമ്മയെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് പോലീസ് വരുത്തി തീർത്തത്. മൃതദേഹം ധൃതി പിടിച്ച് സംസ്കരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ക്രൂരമായ കൊലപാതകമായിട്ടും സീനിയർ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അന്വേഷണ ചുമതല നൽകിയിട്ടില്ല എന്നുള്ളതും വസ്തുതയാണ്. നമുക്കറിയാം, DGP സെൻകുമാർ തന്നെ അവിടെ സന്ദർശിച്ചിട്ടില്ല. SP തന്നെ സന്ദർശിക്കുന്നത് 5 ദിവസം കഴിഞ്ഞിട്ടാണ്. ഇതൊക്കെ തന്നെ വളരെ ലാഘവത്തോടു കൂടി അല്ലെങ്കിൽ ബോധപൂർവമായ വീഴ്ചകൾ വരുത്തിയാണ് പോലീസ് അന്വേഷണത്തിൽ മുന്നോട്ട് പോയിരിക്കുന്നത്. ഇത്തരം വീഴ്ചകൾ ഉണ്ടെന്നതിൻ്റെ സൂചന തന്നെയാണ് DGPയുടെ ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകിയ റിപ്പോർട്ടും പറയുന്നത്. വീഡിയോയിൽ പകർത്തിയിട്ടില്ല, പകരം ഫോട്ടോ മാത്രമാണ് എടുത്തിരിക്കുന്നത് എന്നാണ് DGP ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. മനു, തീർച്ചയായിട്ടും രാജീവ്, അതുതന്നെയാണ് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങൾ DGP സമ്മതിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. അതായത് മൃതദേഹം സംസ്കരിച്ച കാര്യം, ശ്മശാനത്തിൽ രാത്രി 7:30 മൃതദേഹം എത്തിച്ച് സംസ്കരിക്കുന്നു. സാധാരണ ഇത്തരത്തിലുള്ള കേസുകൾ വരുമ്പോൾ ഒന്നെങ്കിൽ തുടർ പരിശോധനകൾക്കായി മൃതദേഹം സൂക്ഷിച്ചു വെക്കണം, അതല്ലെങ്കിൽ മറവ് ചെയ്യണം എന്നിരിക്കെയാണ് മൃതദേഹം തുടർ പരിശോധനയ്ക്ക് യാതൊരു സാധ്യതകളും ഇല്ലാത്ത വിധം ദഹിപ്പിച്ച് കളഞ്ഞിരിക്കുന്നത്. അവിടെ മുതൽ തുടങ്ങുന്നു ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ നശിപ്പിച്ച സംഭവങ്ങൾ. മനു, പോലീസിനെ യഥാർത്ഥത്തിൽ സംശയിക്കേണ്ടതായി വരും. കാരണം ജിഷയുടെ ശരീരത്തിലുണ്ടായിരുന്നത് 38 മുറിവുകളാണ്. ഈ മുറിവുകൾ വളരെ ഭീകരമായ കൊലപാതകമാണ് നടന്നിട്ടുള്ളത് എന്നുള്ളത് തെളിയിക്കുന്ന തരത്തിലുള്ള മുറിവുകളാണ് ജിഷയുടെ ദേഹത്തുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ദില്ലിയിൽ നടന്ന പോലെ ജനനേന്ദ്രിയം തകർക്കുന്ന ഒരു പരിപാടിയും ഇതുമായി ബന്ധപ്പെട്ട് ഈ കൊലപാതകത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് പോസ്റ്റ്മോർട്ടത്തിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ ഏത് പോലീസിനും ഡോക്ടർമാർക്കും തിരിച്ചറിയാൻ കഴിയുന്ന സംഭവമാണ്. ഇത് പോസ്റ്റ്മോർട്ടം ചെയ്തു കഴിഞ്ഞിട്ടും ഇത് നോട്ട് ചെയ്യപ്പെട്ടിട്ടും ഈ മൃതദേഹം മറ്റു പരിശോധനകൾ, ഒരുപക്ഷെ ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലും പരിശോധിക്കാൻ ഇപ്പോൾ പോലീസിന് നിർവാഹമില്ലാത്ത ഒരു സംഭവ വികാസമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വരുന്നത്. കാരണം മൃതദേഹം മറവ് ചെയ്തു കഴിഞ്ഞു, സംസ്കരിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ ഭാഗമായി ഈ ജിഷയെ ബലാത്സംഗം ചെയ്താണ് കൊന്നത് എന്നൊക്കെ തന്നെ. ഇനി കേസിൽ പ്രതിയെ പിടിച്ചാൽ പോലും പ്രതിക്ക് രക്ഷപ്പെടാനുള്ള ധാരാളം ലൂപ്പ് ഹോൾസ് ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ സംഭവത്തിലെ അവസാന ഘട്ടത്തിൽ ഇപ്പോഴുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി പ്രതിയെ പിടിച്ചാൽ പോലും കോടതിയിൽ പ്രതിക്ക് രക്ഷപ്പെട്ടു പോകാനുള്ള ധാരാളം പഴുതുകളിട്ടുള്ള PK ശ്രീമതി ടീച്ചർ MP നമ്മോടൊപ്പം ടെലിഫോണിൽ ചേരുന്നുണ്ട്. PK ശ്രീമതി ടീച്ചർ, പോലീസ് ഇടപെട്ട ഈ കേസ് അട്ടിമറിച്ചതിന്റെ നേർസാക്ഷ്യം DGP തന്നെ ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകിയ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നു. പോലീസിന് വീഴ്ച പറ്റിയതായി, അതായത് പോസ്റ്റ്മോർട്ടം വീഡിയോയിൽ പകർത്തിയിട്ടില്ല, ധൃതി പിടിച്ച് ജിഷയുടെ മൃതദേഹം സംസ്കരിച്ച കാര്യങ്ങൾ നിങ്ങളൊക്കെ ആരോപിച്ച, അല്ലെങ്കിൽ ഇന്ന് കേരളം ഒന്നടങ്കം ആരോപിക്കുന്ന കാര്യങ്ങൾ DGP ഒരർത്ഥത്തിൽ സമ്മതിക്കുകയാണ് ആ റിപ്പോർട്ടിൽ. ഇതിനെ സംബന്ധിച്ച് ഞാൻ ഇന്നലെ തന്നെ പത്രസമ്മേളനത്തിൽ കൃത്യമായിട്ട് 2-3 കാര്യങ്ങൾ പറഞ്ഞിരുന്നു.
പോലീസിന്റെ ഭാഗത്തുനിന്ന് കുറ്റകരമായിട്ടുള്ള അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് അന്വേഷിക്കാൻ വേറെ ഒരു ടീമിനെ നിയോഗിക്കണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുപോലെ അനാസ്ഥ കാണിച്ച ഒരു സംഭവവും കേരളത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, ഇത് വളരെ അങ്ങനെ പെട്ടുപോയതാണ് അല്ലെങ്കിൽ സംഭവിച്ചു പോയതാണ് എന്ന് അവർ പറയുന്നത് ശരിയല്ല. വളരെ ഡെലിബറേറ്റ് ആയിട്ട്, വളരെ കരുതിക്കൂട്ടി ഇത് മറ്റുള്ളവരിൽ നിന്ന് മറ്റുള്ളവരറിയാതെ മൂടിവെക്കാൻ നടത്തിയ ആഭ്യന്തര വകുപ്പിന്റെ ഈ നിശ്ചിത ശ്രമമാണ് യഥാർത്ഥത്തിൽ മറനീക്കി പുറത്തു വന്നിട്ടുള്ളത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിവരമനുസരിച്ച് അവിടെ ഇത് തിരുത്താൻ വേണ്ടിയുള്ള ശ്രമം വരെ നടന്നിട്ടുണ്ട്. അത് പോലീസുകാരുടെ ഭാഗത്തുണ്ടായിട്ടുള്ള നിർദ്ദേശം അല്ലാതെ ഡോക്ടർമാർ അങ്ങനെയൊന്നും ചെയ്യില്ല. കേവലമായ ഒരു PG ഡോക്ടറെ കൊണ്ട് പോസ്റ്റ്മോർട്ടം നടത്തിച്ചതിന് ഉത്തരവാദി ആര്? എന്തുകൊണ്ടാണ് RDOന്റെ സാന്നിധ്യം ഉറപ്പുവരുത്താതിരുന്നത്? RDO അതിനെ യാതൊന്നും അറിയിച്ചിട്ടില്ല. പ്രത്യേകിച്ച് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെയുള്ള അതിക്രമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമാനുസൃതമായ നടപടി സ്വീകരിക്കുമ്പോൾ ആദ്യം RDOനെ അറിയിക്കണം, കലക്ടറെ, ജില്ലാ മജിസ്ട്രേറ്റിനെ അറിയിക്കണം. ഇവിടെ റേപ്പും കൊലപാതകവുമാണ് നടന്നത്. അതിഭീകരമാണ്, നിഷ്ഠൂരമാണ്. ഇങ്ങനെ ഒരു സംഭവത്തെ തുടർന്ന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാലിക്കേണ്ടുന്ന ചിട്ടകളോ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള വ്യവസ്ഥകളോ പാലിക്കാതെ എത്രയും പെട്ടെന്ന് വേഗത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തി ശവം ദഹിപ്പിക്കാൻ, ഈ ബോഡി ദഹിപ്പിക്കാൻ എന്തായിരുന്നു അവരെ പ്രേരിപ്പിച്ചത്? അതാണ് ഇന്ന് അതാണ് ഏറ്റവും വലിയ സംശയം ഉയർത്തുന്നത്. ആർക്ക് വേണ്ടിയാണ് അത്തരത്തിലുള്ള നടപടികളൊക്കെ ചെയ്തത്? എന്തിനു വേണ്ടിയാണ് ചെയ്തത്? വളരെ വേഗത്തിൽ ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മൃതദേഹം ശ്മശാനത്തിലേക്ക് കൊണ്ടുവരുന്നു, ദഹിപ്പിക്കുന്നു. തുടർ പരിശോധനകൾക്ക് യാതൊരുവിധ സാധ്യതകളും ഇല്ലാതാക്കി അവസാനിപ്പിച്ചുകൊണ്ടാണ് മൃതദേഹം ദഹിപ്പിച്ചിരിക്കുന്നത്. സാധാരണ ഇത്തരത്തിലുള്ള വലിയ കേസുകൾ വരുമ്പോൾ ഒന്നെങ്കിൽ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ മറവ് ചെയ്യുകയോ ഒക്കെയാണ് ചെയ്യേണ്ടത്. തുടർ പരിശോധനകൾക്ക് അത് ആവശ്യമായി വരാറുണ്ട്. പക്ഷേ ഇവിടെ അത്തരത്തിലുള്ള സാധ്യതകളെല്ലാം പോലീസ് ഇടപെട്ട് അവസാനിപ്പിച്ചിരിക്കുന്നു. ഇതിനേക്കാൾ ഞെട്ടിപ്പിക്കുന്ന വസ്തുതകൾ വേറെയുണ്ട്. ഹലോ, കേൾക്കാം ടീച്ചർ, പറഞ്ഞോളൂ. ഇതിനേക്കാൾ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടുന്ന ഒരു കാര്യം എല്ലാവരും അറിയുമെങ്കിൽ പോലും അതിനെ സംബന്ധിച്ച് ഗൗരവമായി കൈരളി പീപ്പിൾ ചർച്ച ചെയ്യണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഇങ്ങനെ ദുഃഖിച്ച് പൊട്ടിക്കരഞ്ഞ് അലമുറയിട്ട് കരയുന്ന ആ അമ്മയുടെ വീട്ടിലേക്ക് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുള്ള ബോഡി ഒരു നോക്ക് കാണാൻ നമുക്ക് അമ്മയുടെ അടുത്തേക്ക് വീട്ടിലേക്ക് ആ സഹോദരിയെയും അമ്മയെയും കൊണ്ട് കാണിക്കുക എന്ന നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലാകെയുമുള്ള സ്വീകരിക്കുന്ന ഒരു 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 സമീപനം അല്ലെങ്കിൽ ഒരു രീതി, ഒരു മര്യാദയുണ്ട്. ബോഡി നേരെ വീട്ടിലേക്ക് എത്തിക്കുക, വീട്ടിലെത്തിച്ചിട്ട് അമ്മയെ കാണിച്ചിട്ട് ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ചെയ്തിരിക്കുന്നത് പോലീസുകാര് ആശുപത്രിയിൽ നിന്ന് നേരിട്ട് ശ്മശാനത്തിലേക്ക് ബോഡി കൊണ്ടുപോയും ദഹിപ്പിക്കുന്നതിന് മുമ്പ് അമ്മയെ ബലം പ്രയോഗിച്ച് കൂട്ടിക്കൊണ്ടുപോയി ആ മൃതശരീരത്തിന്റെ മുൻപിൽ ഒന്ന് മുഖം പോലും കാണാൻ സാധിക്കാതെ ബോധം കെട്ട് വീണ അമ്മയാണ്. എന്തുകൊണ്ട് വീട്ടിലേക്ക് ഈ ബോഡി കൊണ്ടുവന്നില്ല? നാട്ടുകാരറിയും, നാലാൾ അറിയുമെന്ന് വിചാരിച്ചാണോ? അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന കരുതിയാണോ? അങ്ങനെ പതിവുണ്ടോ? ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ബോഡി നേരെ ആരുടെയും സമ്മതം കൂടാതെ നേരിട്ട് ശ്മശാനത്തിലേക്ക് ആരാണ് കൊണ്ടുപോയത്? ഏത് പോലീസുകാരന്റെ നിർദ്ദേശം അനുസരിച്ചാണ്? എന്തുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോയില്ല? എന്തിനാണ് അമ്മയോട് ഈ മനുഷ്യത്വഹീനമായ ക്രൂരമായ ഈ സമീപനം സ്വീകരിച്ചത്? ആ പെൺകുട്ടിയോട് കാണിച്ച നിഷ്ഠൂരതയ്ക്ക് സമാനമായിട്ടുള്ള ക്രൂരതയും നിഷ്ഠൂരതയുമാണ് അവിടുത്തെ പോലീസുകാർ ചിലരുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. ഇത് കടുത്ത മനുഷ്യത്വഹീനമാണ്, മനുഷ്യാവകാശ ലംഘനമാണ്. ഈ മനുഷ്യാവകാശ ലംഘനത്തിനെതിരെ സ്റ്റേറ്റ് ഹ്യൂമൻ റിസോഴ്സ് കമ്മീഷന്റെ ചെയർമാനും ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർമാനും ഇതിൽ പോലീസുകാർക്ക് സംഭവിച്ചിട്ടുള്ള ഈ കുറ്റകരമായ വീഴ്ച പരിശോധിച്ച് അവർക്കെതിരെ നടപടിയെടുക്കണം. അത് ഞാൻ ഫാക്സ് അയച്ചിട്ടുണ്ട്. ദേശീയ വനിതാ കമ്മീഷനും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും സ്റ്റേറ്റ് തലത്തിലുള്ള ഹ്യൂമൻ റിസോഴ്സ് കമ്മീഷനും ഈ മനുഷ്യാവകാശ ലംഘനത്തിനെതിരെ ഈ പാവപ്പെട്ട പട്ടികജാതിയിൽപ്പെട്ട ഈ പാവം പിടിച്ച സഹോദരി ദുഃഖിച്ചു കഴിയുന്ന ഒരു സഹോദരിയെ ശ്മശാനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് എന്തുകൊണ്ട്? അപ്പോ ശ്മശാനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാൽ അവരെ അറിയുള്ളൂ, അതിന്റെ അയൽവക്കത്തുള്ളവരെ അറിയില്ല. ആംബുലൻസിലെ ഡെഡ് ബോഡി ആയിട്ട് വരുമ്പോ നാട്ടുകാർ ഓടിക്കൂടും, പ്രശ്നങ്ങളാവും, പ്രകോപനമുണ്ടായാലോ. അപ്പൊ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഈ പാവം പിടിച്ച ആരോരും ചോദിക്കാനില്ലാത്ത അനാഥരായിട്ട് കഴിയുന്ന ഇത്രയും ദരിദ്ര കുടുംബത്തിൽപ്പെട്ടവരോട് ഈ അനീതി കാണിക്കുക എന്നത് ഭരണകൂടം ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ പിഴവാണ്.
ഇതൊരു പക്ഷെ കേരളത്തിലോ ഇന്ത്യയിലോ നടക്കാത്ത സംഭവമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ടീച്ചർ അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോൾ ടീച്ചർ നിങ്ങൾ അടക്കമുള്ളവർ ഇത്തരത്തിലുള്ള ഗുരുതരമായ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് രാഷ്ട്രീയം കലർത്തുകയാണ് എന്ന മറുപടിയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയം കളിക്കുന്നത് ജനങ്ങളോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്നവരോ അല്ല. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് സമൂഹം ഏറ്റെടുക്കും. അത് ഇവിടെ മാത്രമല്ല എവിടെയും ഏറ്റെടുത്തിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പ് നടക്കുമല്ല, സൗമ്യ വധക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്ന എത്ര വലിയ പ്രക്ഷോഭമായിരുന്നു. ഡൽഹിയിൽ നടന്ന പ്രക്ഷോഭം തെരഞ്ഞെടുപ്പിന്റെ സമയത്താണോ? ഇവിടെ ഈ പ്രശ്നത്തോട് ഗവൺമെന്റും പോലീസും കാണിച്ചിട്ടുള്ള അനാസ്ഥ, കുറ്റകരമായ അനാസ്ഥ, ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ടോ? ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇത്തരം ഒരു അതിക്രമം, ഈ ഒരു നിഷ്ഠൂരമായ കൊലപാതകവും റേപ്പും ഉണ്ടായിട്ട് പ്രത്യേകിച്ച് ഒരു വനിതയാണല്ലോ ആഭ്യന്തര സെക്രട്ടറി, അവർക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടോ? മന്ത്രി അറിയാതിരിക്കില്ല, DGP അറിയാതിരിക്കില്ല. ഇന്നലെ CPIM സംസ്ഥാന സെക്രട്ടറി ബഹുമാന്യനായ കോടിയേരി പറയുന്നത് കേട്ടു. ആഭ്യന്തരമന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് അനുഭവം, എന്തൊരു നിസ്സാരമായ ഒരു അതിക്രമം കൊലപാതകമോ ഉണ്ടായാൽ തൽക്ഷണം വിവരം കിട്ടും. സെക്രട്ടറിക്കും കിട്ടും, മന്ത്രിക്കും കിട്ടും. ഇവിടെ ആഭ്യന്തര സെക്രട്ടറിക്ക് അറിഞ്ഞിട്ടുണ്ടോ? ആഭ്യന്തര സെക്രട്ടറി റിപ്പോർട്ട് ആവശ്യപ്പെട്ടു എന്ന് നമ്മൾ വാർത്തയിൽ കണ്ടു. അവരറിഞ്ഞിട്ടില്ലെന്നാണ് ഞാൻ ആ വാർത്തയിൽ നിന്നുള്ള നിഗമനം, എനിക്ക് വരുന്ന നിഗമനം. അതിന്റെ അർത്ഥം ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി അറിയാതെ DGPയും മിനിസ്റ്ററും കൂടി ചേർന്ന് നടത്തിയിട്ടുള്ള, മുഖ്യമന്ത്രിയും കൂടി അറിഞ്ഞു നടത്തിയിട്ടുള്ള, ഇത് ജനങ്ങളിൽ നിന്ന് ഒളിച്ചു വെക്കുന്നതാണ് ഇപ്പൊ നല്ലത് എന്ന നിർദ്ദേശം പോയതിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ പറയുമ്പോൾ അത് രാഷ്ട്രീയമാണ് എന്ന് തിമിരം ബാധിച്ചവർക്ക് മാത്രമേ പറയാൻ പറ്റൂ. ഈ രൂപത്തിൽ അനാസ്ഥ കാണിച്ചു എന്നുള്ളത് നോക്കാം. നമുക്ക് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് കൂടി വരട്ടെ, എന്താണ് സംഭവിച്ചതെന്ന്. ഏതായാലും മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അങ്ങേയറ്റം വീഴ്ച, അപാകത, അങ്ങേയറ്റം തെറ്റ്, ഗുരുതരമായിട്ട് തെറ്റ് പോലീസിന്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് RTOനെ അറിയിക്കാതിരുന്നത്? എന്താ പോലീസുകാർ മാത്രം ചെയ്യേണ്ട കാര്യമാണോ ഇത്? പോസ്റ്റ്മോർട്ടം. അപ്പോ കടുത്ത അനാസ്ഥ, കടുത്ത കുറ്റകരമായ അനാസ്ഥയാണ് ഇത് വന്നിട്ടുള്ളത്. ഇതില് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി തയ്യാറുണ്ടോ? മുഖ്യമന്ത്രി തയ്യാറുണ്ടോ? അല്ലാതെ അവർക്ക് വേണ്ടി ഒരുപാട് ആനുകൂല്യം ഇങ്ങനെ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ പ്രഖ്യാപിച്ചുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. മറിച്ച് ഇങ്ങനെ ഒരു സംഭവത്തിൽ കുറ്റകരമായ അനാസ്ഥ കാണിച്ച, അതിന് നേതൃത്വം കൊടുത്ത ആരായാലും അവർക്കെതിരെ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ? ആഭ്യന്തര വകുപ്പ് മന്ത്രി രാജിവെക്കുകയാണ് വേണ്ടത്. ഇത്തരം ഒരു സംഭവത്തിൽ ഈ രൂപത്തിൽ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് കണ്ടിട്ടുള്ള ഈ ഒരു അനാസ്ഥക്ക്, ഈ കുറ്റകരമായിട്ടുള്ള നിലപാടിൽ നിലപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആഭ്യന്തരമന്ത്രി രാജിവെക്കണം. നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഈ 5 ദിവസം കഴിഞ്ഞിട്ടാണല്ലോ ലോകം അറിയുന്നത്. കൈരളി പീപ്പിൾ ഇത് എടുത്തില്ലായിരുന്നെങ്കിൽ ലോകം അറിയോ? കൈരളി പീപ്പിളിലൂടെയാണ് ഞാനിതറിഞ്ഞത്. ഞാൻ സത്യത്തിൽ എനിക്ക് വല്ലാത്ത വേദന തോന്നിപ്പോയി. ഒരു പാവം പെട്ട ചെറുപ്പക്കാരി ഈ രൂപത്തിൽ ഒരു നിമിഷം തുടരുക. ഇപ്പോൾ ശ്രീ ജോർജ് ജോസഫ് SP കൂടി നമ്മുടെ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, ഇത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഇങ്ങനെയാണോ ഒരു പ്രമാദമായ ഒരു കേസ് വരുമ്പോൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്? പോസ്റ്റ്മോർട്ടം നടത്തിയത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടർമാർ, പോലീസ് സർജൻ എത്തിയിട്ടില്ല, അത് വീഡിയോയിൽ ചിത്രീകരിച്ചിട്ടില്ല, ഒരു ഫോട്ടോ എടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ആ മൃതദേഹം അത് ദഹിപ്പിച്ച് കളയുകയും ചെയ്തു. എന്തൊക്കെയാണ് നടക്കുന്നത് ശ്രീ ജോർജ് ജോസഫ്? എന്തായാലും DGP അത് സമ്മതിച്ചല്ലോ. അതൊരു വീഴ്ച പറ്റിയെന്ന് അദ്ദേഹം സമ്മതിച്ചു. അപ്പൊ ആ ഭാഗത്ത് എന്തായാലും അത് വളരെ ഫെയ്റ്റലായി പോയി. കാരണം നമുക്ക് ഇപ്പം ആ പോസ്റ്റ്മോർട്ടം സമയത്ത് ഒന്നാമത്തെ സീനിയർ പോലീസ് സർജന് അത് ചെയ്യണമായിരുന്നു. ഒന്ന്. രണ്ടാമത്തെ സംഗതി, പോസ്റ്റ്മോർട്ടം സമയത്ത് ഒരു ദളിത് കുട്ടിയായതുകൊണ്ട് തീർച്ചയായിട്ടും അതിന്റെ വീഡിയോ എടുക്കണമായിരുന്നു. അവിടെ ഒരു പാളിച്ച പറ്റി. വേറൊരു കാര്യം, അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് എന്തായാലും ആ ശവം ആ ഡെഡ് ബോഡി ദഹിപ്പിക്കാൻ പാടില്ലായിരുന്നു. അത് പ്രിസർവ് ചെയ്യണമായിരുന്നു. ഒരു റീപോസ്റ്റ്മോർട്ടത്തിലുള്ള അവസരം നഷ്ടപ്പെട്ടു പോയി. അത് വളരെ വൈറ്റലായ എവിഡൻസ്. കാരണം ഒരു PG വിദ്യാർത്ഥിനി ചെയ്താലും കുഴപ്പമില്ലാന്ന് ഞാൻ പറഞ്ഞു. അതിനൊരു സൂപ്പർവിഷൻ എന്തായാലും ഒരു സീനിയർ ഒരു പ്രൊഫസർ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമുക്കെങ്കിലും ക്ലാരിറ്റി ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് വളരെ ക്ലാരിറ്റി കുറവാണ്. അതാണ് 38 മുറിവ് എന്നൊക്കെ പറഞ്ഞാൽ ഫെയ്റ്റലായ മുറി 3 ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എങ്കിലും ഇപ്പോഴും പല ചാനലിലും കാണുന്നത് റേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇൻസർഷന്, അവിടുത്തെ റപ്ചർ ആകുന്ന പ്രശ്നങ്ങൾ, അവിടുത്തെ ഇഞ്ചുറി എല്ലാം വളരെ റേപ്പാണെന്നുണ്ടെങ്കിൽ ഹെവി ഇഞ്ചുറീസ് ആയിരിക്കും. പക്ഷെ അത്ര ഇല്ല എന്ന് ഇപ്പോ ചില വാർത്തകൾ കാരണം വരുന്നുണ്ട്. അത്തരത്തിലുള്ള വിവിധ വാർത്തകൾ വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു എക്സ്പേർട്ടിന്റെ സാന്നിധ്യം അവിടെ ഇല്ലാത്തതല്ലേ പ്രശ്നമായി പോയത്? താങ്കൾ പറഞ്ഞതുപോലെ ഒരു മുതിർന്ന പോലീസ് സർജൻ വേണ്ടിയിരുന്നില്ല അത് ചെയ്യാൻ. ഞാൻ പറയുന്ന പോയിന്റ്, നമുക്ക് അതേപറ്റി ക്ലാരിറ്റി ഇല്ല. അപ്പൊ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് മർഡറിന് ശേഷമാണോ ഒരു റേപ്പ്,
റേപ്പിന് ശേഷമാണോ മർഡർ എന്ന് നമുക്കൊരു തീരുമാനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും എത്താൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്ക് സംശയമാണ്. ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് റേപ്പ് പോലും അങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. കാരണം ജനനേന്ദ്രിയം തകർത്ത നിലയിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ. അതാണ് ഞാൻ ആ ഒരു ഭാഗമാണ്. ജനനേന്ദ്രിയം തകർത്തെന്നൊക്കെ നമ്മൾ പത്രമാധ്യമങ്ങളും ചാനൽ കൂടി പറയുന്നെങ്കിലും പോസ്റ്റ്മോർട്ടത്തില് ആ ഭാഗത്ത് എന്താണ് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടെന്ന് നമുക്കറിയില്ല. കാരണം അത് ഈ പറയണ രീതിയിൽ ജനനേന്ദ്രിയം തകർത്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. വജൈനൽ, കാരണം അതൊരു DNA ഫിംഗർ പ്രിന്റിംഗ് കൂടെ നടത്തിയ ശേഷമേ നമുക്കത് കണ്ടെത്താൻ പറയുന്നു പറഞ്ഞാൽ വളരെ ഫീബിളായ ഒരു വജൈനൽ സാബിലത്ത് അത്രേ കിട്ടുള്ളൂ നമുക്ക്. അപ്പൊ നമുക്ക് സഫീഷ്യന്റ് ക്വാണ്ടിറ്റി സെമൻ അവിടെ ഇല്ല എന്നാ. അപ്പൊ റേപ്പ് നടന്നോ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അന്വേഷണം തന്നെ മാറും. ഒരു വൈരാഗ്യമുള്ള ഒരാൾ കയറി കൊന്നതാണോ എന്നുള്ള കാര്യം വേറൊരു ഇഷ്യൂ. കാരണം റേപ്പ് ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. അതിന് ജനനേന്ദ്രിയം തകർത്ത് പിടിച്ചെന്നൊക്കെ പറഞ്ഞാൽ അത് വൈരാഗ്യം കൊണ്ടും ചെയ്യാം. പക്ഷേ യഥാർത്ഥത്തിൽ റേപ്പ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെ ഒരു അറ്റംപ്റ്റ് ഉണ്ടോ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം. അങ്ങനെയാണെന്നെങ്കിൽ ഇതിന്റെ മോട്ടീവ് വ്യത്യാസം വരും. റേപ്പിനല്ല വന്നതെന്ന് പറയേണ്ടി വരും. ഒപ്പം തന്നെ ശ്രീ ജോർജ് ജോസഫ് അതിനോടൊന്ന് ആഡ് ചെയ്തോട്ടെ. കാരണം ഇത്തരത്തിലുള്ള വീഴ്ചകൾ ഇനി കേസിൽ പ്രതിയെ പിടിച്ചു എന്ന് തന്നെ കരുതുക, ഇത്തരത്തിലുള്ള വീഴ്ച കോടതിയിൽ പ്രതിക്ക് എങ്ങനെ അനുകൂലമായി വരും? അത് തീർച്ചയായിട്ടും ഇത് പ്രതിക്ക് വളരെ അനുകൂല. കേസ് കോടതി കനിഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ. കേസിന്റെ എവിഡൻസ് വളരെ വീക്കാവും. ഇങ്ങനെയുള്ള വരുമ്പം വളരെ വീക്കായ എവിഡൻസ് ഇതിന്റെ പുറത്തെ നമുക്കൊരു ചാർജ് ഷീറ്റ് ബിൽഡ് ചെയ്ത് കോടതി കൊടുക്കാൻ പറ്റുള്ളൂ. അത് പ്രതിക്ക് എപ്പോഴും അനുകൂലമായിട്ട് പോകും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇത്രയും ബ്രൂട്ടലായ ഒരു മർഡർ നടത്തിയ പ്രതി അത്ര ഈസി ആയിട്ട് കീഴടങ്ങില്ല. ഈസി ആയിട്ട് ഇൻട്രോഗേറ്റ് ചെയ്ത് പോലീസിന് തെളിയിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അത് നല്ല ടഫായ മനുഷ്യനായിരിക്കും അയാള്. കാരണം ഇത്രയും ചാനലിലും മാധ്യമങ്ങളിലും പ്രാധാന്യം വന്ന ഒരു കേസ് യഥാർത്ഥത്തിൽ ചെയ്തയാള് സമ്മതിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം പിന്നെ നമുക്ക് ശാസ്ത്രീയമായ തെളിവുകൾ മാത്രമേ ആധാരമുള്ളൂ ഇങ്ങനെയുള്ള കേസുകളിലെ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ശാസ്ത്രീയ തെളിവ് നശിക്കും തോറും കേസ് വളരെ വീക്കാവും, കുറ്റവാളി കുറച്ചുകൂടെ ടഫാവും. പോലീസ് കൺഫ്രണ്ട് ചെയ്ത് കഴിയുമ്പം കുറ്റവാളി അതിൽ നിന്ന് ആ ക്വസ്റ്റ്യനിങ്ങിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഉണ്ടാവും. അയാൾക്കെതിരായിട്ട് ഉപയോഗിക്കുന്ന ചില തെളിവുകൾ വീക്കാണെന്ന് അയാൾക്ക് തന്നെ അറിയാം. ഇങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ ഇനി പോലീസ് നേരിടേണ്ടി വരുമെന്നാണ്. തീർച്ചയായിട്ടും അതിന് വലിയ പ്രശ്നങ്ങൾ മുന്നിൽ നിൽക്കുന്നു. അത് പോലീസ് തന്നെ ഉണ്ടാക്കിയെടുത്തതല്ലേ ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ. കാരണം 28-ാം തീയതി കൊലപാതകം നടക്കുന്നു. ഫോറൻസിക് വിദഗ്ധർ അവിടെ എത്തുന്നത് മെയ് 2-ാം തീയതി മാത്രമാണ്. അത്രയും സമയത്ത് ആളുകളടക്കം ഈ കെട്ടിടത്തിലൂടെ വീട്ടിലൂടെ ഒക്കെ കയറി ഇറങ്ങി നടക്കുകയായിരുന്നു. വളരെ വലിയ തെളിവുകൾ നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ വരുന്നില്ലേ? അല്ല, അതാ ഞാൻ പറഞ്ഞ ആദ്യത്തെ 3-4 ദിവസത്തെ അന്വേഷണം പാളിപ്പോയി. ഇനി അത് പോലീസ് റീഗെയിൻ ചെയ്ത് വരണം. അതാണ് ആദ്യത്തെ വളരെ വൈറ്റലായ തെളിവുകൾ ഒത്തിരി പാളിപ്പോയിട്ടുണ്ട്. ആ വീട്ടിലെ ഒരു ഗ്ലാസ്സിലെ ഒരു വിരലടയാളം കണ്ടു എന്ന് പറയണു. അത് ചിലപ്പോൾ ഈ കേസുമായിട്ട് ബന്ധപ്പെടണമെന്ന് നിർബന്ധമില്ല. ആ വീട്ടിൽ വരുന്ന അവരുടെ സുഹൃത്തുക്കൾ അല്ലെ അവരുടെ പരിചയക്കാർ അവരുടെയൊക്കെ ആകാൻ സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ട് വിരലടയാളം കിട്ടിയെന്ന് പറഞ്ഞാൽ അയാളെ പ്രതിയായിട്ട് ഫിക്സ് ചെയ്യാനും പറ്റില്ല. നമുക്ക് വളരെ സൂക്ഷിച്ച് മാത്രമാണ് പോലീസിന് ഇത് മുന്നോട്ട് ഇനി പോകാനൊക്കെ ഉള്ളൂ. ഓരോന്ന്. അതുകൊണ്ട് കുറച്ച് താമസം വരുമായിരിക്കും. ഇപ്പം പോലീസ് നല്ല ട്രാക്കിൽ പോകുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അത് കൊള്ളാം. കാരണം ഇന്നലെ നമ്മൾ കൈകളിൽ തന്നെ ഞാൻ പറഞ്ഞു, പ്രതിയെ നമ്മൾ കണ്ടിരിക്കുന്നു. അവിടെ മൂത്രപ്പുരയുടെ അടുത്ത് സിഗരറ്റ് ബീഡി വലിച്ച് ലൈറ്റർ ഇട്ടിട്ട് പോയാൽ തന്നെ പ്രതി എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അത് ആരാണെന്ന് കണ്ടെത്തുക പോലീസ്. ആ കണ്ടെത്തലാണ് ഇനി പോലീസിന് ഏറ്റവും നിർണായകമായ തെളിവിലേക്ക് കൊണ്ടുപോകാനായിട്ട്. അയാളെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്ത് അയാളെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ കേസിന് തെളിവ് ആയി കഴിയുമെന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും നന്ദി ശ്രീ ജോർജ് ജോസഫ്. രാജീവ്, ഇതാണ് ഇത്തരത്തിൽ ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനം ഒരുപക്ഷെ കോടതിയിൽ പ്രതിക്ക് അനുകൂലമാകാം, പോലീസിന് തിരിച്ചടിയാകാനുള്ള സാധ്യതകളും. ആ ശാസ്ത്രീയമായ തെളിവുകൾ കളഞ്ഞു കുളിച്ചത് പോലീസ് തന്നെയാണ്. ഈ ഫോറൻസിക് വിദഗ്ധർ എത്തിയത് 4 ദിവസത്തിന് ശേഷം, ആയുധം കണ്ടെത്തിയത് 3 ദിവസങ്ങൾക്കപ്പുറം. അത്തരത്തിൽ ആദ്യഘട്ടത്തിൽ മാത്രമല്ല അന്വേഷണത്തിൽ പൂർണ്ണമായും പുലർത്തിയ അലംഭാവമാണ് ഈ തിരിച്ചടിയിലേക്ക് പോലീസിനെ നയിച്ചത്. മനു, നമ്മളുയർത്തിയ മുദ്രാവാക്യം ജസ്റ്റിസ് ഫോർ ജിഷ എന്ന ആ മുദ്രാവാക്യം തകർക്കുന്ന രീതിയിലുള്ള ഒരു ശ്രമങ്ങളാണ് പോലീസിൽ നിന്നുണ്ടായത് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ആദ്യഘട്ടം മുതൽ തന്നെ ഈ കേസിൽ കുറ്റകരമായ അനാസ്ഥ പോലീസ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതും
ഈ കുറ്റകരമായ അനാസ്ഥ നടത്തിയ പോലീസുകാർക്കെതിരെ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ പോലും ഒരു നടപടി എടുത്തിട്ടില്ല എന്നുള്ളതും തന്നെ എന്തൊക്കെ താല്പര്യങ്ങളാണ് ഇവർ സംരക്ഷിക്കാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കുന്ന സംഭവവികാസങ്ങളായി നമുക്ക് ചൂണ്ടിക്കാണിക്കാം. ഇത്തരത്തിലുള്ളൊരു ക്രൂരമായ കൊലപാതകം നടന്നിട്ടും അതിനെ കാര്യമായ അന്വേഷണം നടത്താത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യം ഇപ്പോഴും ഉയരുകയാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പോലും ഇപ്പോഴും ഈ കൊലപാതകത്തിൻ്റെ അന്വേഷണത്തെക്കുറിച്ച് പറയാതെ ഞങ്ങൾ ചെയ്തതൊക്കെ ശരി എന്ന രീതിയിലേക്ക് പരസ്യമായി പ്രസ്ഥാനങ്ങളുമായി വരുന്ന സാഹചര്യങ്ങളുണ്ട്. ഒരുപക്ഷെ ഇന്ന് DGP പരസ്യപ്രസ്ഥാനം നടത്തിയിട്ടുണ്ട് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം. രാജീവ്, ഒരു നിമിഷം. ഇപ്പോൾ DGPയുടെ വാക്കുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിലേക്ക് പോയ ശേഷം നമുക്ക് വളരെ വേഗത്തിലെത്താം DGPയുടെ വാക്കുകളിലേക്ക്. ഒരു കാര്യമുള്ളത്, ഞങ്ങൾ യഥാർത്ഥത്തിലുള്ള പ്രതിയെ മാത്രമേ പിടിക്കൂ. ഒരു സംശയം കൊണ്ട് ആരെയും പ്രതിയാക്കില്ല. എവിഡൻസ് കളക്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ട നടപടികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നോക്കുക, ഇതെല്ലാം ആരാണ് പറയുന്നത്? ഏതെങ്കിലും സയൻറ്റിഫിക് എക്സ്പെർട്ടാണോ പറയുന്നത്? അപ്പോൾ നോക്കുക, ഇപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷനെ കുറിച്ച് സാമാന്യം നല്ല ഇൻവെസ്റ്റിഗേഷൻ നടത്തി പരിചയമുള്ള ആൾക്കാർ പറയുകയാണെങ്കിൽ നമുക്ക് അതിന് റിപ്ലൈ പറയാം. നടിയുടെ സാന്നിധ്യത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തണമെന്നുള്ള കാര്യവും അവിടെ വീഴ്ച വന്നതാണ് പ്രധാനമായിട്ട് ചൂണ്ടിക്കാട്ടുന്നത്. അതുപോലെ ക്യാമറയിൽ അത് ഏത് നിയമമാണെന്ന് കൂടി പറഞ്ഞ കൊള്ളായിരുന്നു. അതാണ് രാജീവ്, DGPയുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. എന്തുകൊണ്ട് ക്യാമറയിൽ പകർത്തിയില്ല എന്ന് ചോദിക്കുമ്പോൾ അത് ഏത് നിയമമാണെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. മനു, ഇത്തരത്തിൽ മറുപടി പറയുന്ന DGPയെ കേരള സമൂഹം കാണുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. കാരണം ഇത്തരമൊരു ക്രൂരമായ ബലാത്സംഗം നടന്നിട്ട് പോലും നിയമം ഏത് നിയമത്തിലാണ് വീഡിയോയിൽ പകർത്തണം എന്ന് ചോദിക്കുന്ന DGPയെ കേരളത്തിലെ പൊതുസമൂഹം എന്തായാലും കാണും, തിരിച്ചറിയുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. എന്തായാലും കുറ്റകരമായ വീഴ്ചയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. മൃതദേഹം ധൃതിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത് സംസ്കരിച്ചു. ഈ സംസ്കരിച്ച മൃതദേഹം വീട്ടിൽ പോലും കൊണ്ടുപോകാതെ എന്തുകൊണ്ട് ശ്മശാനത്തിലേക്ക് നേരിട്ട് കൊണ്ടുപോയി എന്നുള്ളത് വലിയ ചോദ്യമാണ്. എന്തുകൊണ്ട് പോലീസ് സർജൻ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ല എന്നുള്ളത് വലിയ ചോദ്യമാണ്. വീഡിയോയിൽ എടുത്ത് സൂക്ഷിച്ചു വെക്കുന്നത് കേസിൽ കൂടുതൽ ശക്തമായ തെളിവുകൾ പ്രതിക്കെതിരെ കോടതിയിൽ സമർപ്പിക്കാനുള്ള കാര്യമാകാം. ഇനിയും വേണമെങ്കിൽ ഇപ്പോൾ റീപോസ്റ്റ്മോർട്ടത്തിൻ്റെ സാധ്യത പോലും ഇല്ലാതാക്കിക്കൊണ്ട് മൃതദേഹത്തിൻ്റെ ഫോട്ടോഗ്രാഫ്സ് മാത്രം കൈവശം വെച്ചിരിക്കുകയാണ് പോലീസ് എന്ന് പറയുമ്പോൾ കുറ്റകരമായ വീഴ്ച തന്നെയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇത്തരത്തിൽ കുറ്റകരമായ വീഴ്ച ഉണ്ടായിട്ടും അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇപ്പോൾ DGP കൈക്കൊള്ളുന്നതെന്നും നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം കൊലപാതകം നടന്ന് 8ാം ദിവസമായിട്ടും പ്രതിയെ പിടികൂടിയിട്ടില്ല. അപ്പോഴും നല്ല അന്വേഷണമാണ് ഞങ്ങൾ നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് DGP ആരെയാണ് സംരക്ഷിക്കുന്നത് എന്നൊരു വലിയ ചോദ്യം തന്നെ ഉയർന്നു വരേണ്ടിയിരിക്കുന്നു. മനു, തീർച്ചയായിട്ടും രാജു തിരികെ എത്താം. ശ്രീമതി ടീച്ചർ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ശ്രീമതി ടീച്ചർ, DGP പറഞ്ഞ കാര്യങ്ങൾ ടീച്ചർ കേട്ട് കാണും. എന്തുകൊണ്ട് വീഡിയോയിൽ പകർത്തിയില്ല എന്ന് ചോദിച്ചപ്പോൾ അത് എവിടുത്തെ നിയമം എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അത് നിയമമാണോ എന്നതുകൊണ്ടല്ല നമ്മൾ അദ്ദേഹത്തോടാക്കുന്നത്. ഒരു പക്ഷേ നാളെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ പോലീസിന് അതൊരു സഹായകമാകാം. അല്ലെങ്കിൽ വീണ്ടും നമുക്ക് ആ വീഡിയോ കണ്ട അല്ലെങ്കിൽ അതിലെ തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാം. അതുകൊണ്ടാണ് ആ ചോദ്യം ഉന്നയിക്കുന്നത്. പക്ഷേ DGP തിരിച്ചു ചോദിക്കുന്നത് എന്ത് നിയമം, ഏത് നിയമം എന്നാണ്. ഇത് തന്നെയാണ് ഞാൻ കേട്ടു. അദ്ദേഹത്തോട് എനിക്ക് ചോദിക്കാനുള്ളത്, സൗമ്യ വധക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീടുണ്ടായിട്ടുള്ള ചില കാര്യങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടാവുമല്ലോ. സൗമ്യ വധക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടത്തിയതിനെ സംബന്ധിച്ച് അതിൽ തന്നെയുള്ള ചില ഡോക്ടർമാര് കോടതിയിൽ മൊഴി പറയുന്ന സന്ദർഭത്തിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ തുടർന്ന് വീണ്ടും ആ സമയത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയ സമയത്ത് എടുത്തു വെച്ചുള്ള വീഡിയോ ക്ലിപ്പുകൾ പരിശോധിക്കപ്പെടുകയുണ്ടായി. ഓരോ സന്ദർഭത്തിലും ഇതുപോലുള്ള പ്രത്യേകിച്ച് റേപ്പ് കേസുകൾ, അതിലും വിശേഷിച്ച് പട്ടികജാതിയിൽപ്പെട്ട ഒരു പെൺകുട്ടി, അതിലും വിശേഷിച്ച് ഏറ്റവും ദരിദ്ര കുടുംബത്തിൽ അശരണരായ നിരാലംബരായിട്ടുള്ള ഒരമ്മയും മകളും, ആ പെൺകുട്ടിയെ ഈ രൂപത്തിൽ നിഷ്ഠൂരമായി കൊല ചെയ്തിട്ടുള്ള ഈ സംഭവത്തിൽ എങ്ങനെയാണ് ഇത്ര അലംഭാവത്തോടുകൂടി അനാസ്ഥയോടുകൂടി പോസ്റ്റ്മോർട്ടം നടത്താൻ സാധിക്കുക? ഇത് കാര്യങ്ങൾ അറിയാവുന്ന സീനിയർ സർജൻ ഇവിടെ, പോലീസ് സർജൻ ഉണ്ടല്ലോ, HOD ഉണ്ടല്ലോ, HODയുടെ നിർദ്ദേശം വേണമല്ലോ. ആരാണ് അവിടെ സീനിയർ ആയിട്ടുള്ള സർജൻ ഉണ്ടായത്? അത് പറയട്ടെ. പിന്നെ എന്തിനാണ് ഒരു PG ഡോക്ടറെ കൊണ്ട് ഈ രൂപത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്യിച്ചത്? അങ്ങനെയൊക്കെ മതിയെന്നാണോ? പാവപ്പെട്ടവരോട് എന്തും ചെയ്യാമെന്നാണോ? അല്ല, പണക്കാർക്ക് മാത്രമേ നീതി കിട്ടുള്ളൂ. അപ്പൊ വീഡിയോ എന്താ നിയമം ഇവിടെ പറയുന്നു? എല്ലാം നിയമത്തിനനുസൃതമല്ല. മറ്റു ചില കാര്യങ്ങളും ക്രമീകരണങ്ങളും നമ്മുടെ ഈ ഭരണവ്യവസ്ഥയിലുണ്ട്. എല്ലാം അസംബ്ലിയിൽ പാസ്സാക്കിയ ആക്ടിനനുസരിച്ച് മാത്രമല്ല. എന്തുകൊണ്ട് ദഹിപ്പിച്ചു എന്ന ചോദ്യത്തിന് അദ്ദേഹം എന്താ മറുപടി പറയാത്തത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു കൊലപാതകവും റേപ്പിനെ തുടർന്നുണ്ടായിട്ടുള്ള പോസ്റ്റ്മോർട്ടം ചെയ്ത ബോഡി എന്തുകൊണ്ട് പെട്ടെന്ന് ദഹിപ്പിച്ചു? ആരോടാണ്? നാട്ടുകാരോട് ആരോടെങ്കിലും ചോദിച്ചോ? നമ്മുടെ അവിടുത്തെ ജനപ്രതിനിധികളെ വിളിച്ചു കൂട്ടിക്കൊണ്ടുവന്നതാണ് പറഞ്ഞത്. അവർ വേറെ എവിടെയോ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ വിളിച്ച് നിങ്ങളൊന്ന് വരണം എന്ന് പറഞ്ഞ് വിളിച്ചു എന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ അമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുവരേണ്ട ബോഡി കൊണ്ടുപോയത് ആര്? പോലീസുകാരല്ലേ?
അപ്പോൾ DGP പറയുന്ന നിയമം എവിടെയെന്നാണ്? അത് മുഖ്യമന്ത്രി ചോദിക്കുന്ന ചോദ്യമാണ്. എല്ലാം നിയമത്തിന്റെ വഴിക്ക് പോകും, നിയമത്തിന്റെ വഴിക്ക് പോകും. ആ മുഖ്യമന്ത്രിയുടെ ആ ഒരു പാരഡി തന്നെ അത് ഇദ്ദേഹം ഒരു പാരഡി ആയിട്ട് എടുത്ത് പറയുകയാണോ? അങ്ങനെയല്ല വേണ്ടത്. തെറ്റുപറ്റി എന്ന് അദ്ദേഹം പറഞ്ഞു. ഇനി ഞാൻ പറയുന്നത് ആഭ്യന്തര വകുപ്പിന്റെ സെക്രട്ടറി ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു പരിശോധന നടത്തണം. തീർച്ചയായിട്ടും അവർ റിപ്പോർട്ട് തേടി എന്ന് ഞാൻ TV യിൽ കണ്ടു. ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി ഈ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു പരിശോധന, അത് പ്രത്യേകിച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും തേടണം, ഹെൽത്ത് സെക്രട്ടറിയിൽ നിന്നും അതുപോലെ മറ്റ് DGP-യിൽ നിന്നും കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് ശേഖരിച്ച് എന്താണ് സംഭവിച്ചത്. തെറ്റുപറ്റി എന്ന് പറയുന്ന DGP-യുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ തെറ്റ് പറ്റിയതല്ല, ഏറ്റവും വലിയ തെറ്റ് ഗുരുതരമായി ആവർത്തിച്ച് പറ്റി. ഇത്തരം ഒരു തെറ്റുപറ്റുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ പോലീസ് സേന അധപ്പതിച്ചു എന്ന് വേണം നമ്മൾ കാണാൻ. അത് ഒരു ന്യായീകരണമായിട്ട് ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ഇപ്പോൾ ശാശ്വതീകാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട ആ കേസ് ഇപ്പോൾ അന്വേഷണത്തിന്റെ പരിധിയിലാണ്. ഒരവസരത്തിൽ പോലീസ് കോടതി ചോദിച്ചു, ഇതിന്റെ വീഡിയോ ഉണ്ടോ, വീഡിയോ പരിശോധിച്ചിരുന്നോ എന്ന് ചോദിച്ചു. അങ്ങനെ ഒരു സാഹചര്യം ഇനിയിപ്പോൾ പ്രതിയെ എപ്പോൾ പിടികൂടിയില്ല, കാലങ്ങൾക്ക് ശേഷമാണ് പ്രതിയെ പിടികൂടുന്നെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം കോടതി ചോദിച്ചാൽ ഇല്ല, ഫോട്ടോഗ്രാഫ് മാത്രമേ ഉള്ളൂ എന്ന കാര്യമായിരിക്കും. അന്ന് ഈ DGP ഉണ്ടാകുമോ എന്നും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഈ കേസിൽ കുറ്റകരമായ ഒരു അനാസ്ഥയിലേക്ക് പ്രതി ശിക്ഷിക്കപ്പെടാതിരിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് മൊത്തത്തിൽ പോലീസ് എത്തിച്ചില്ലേ? 2-3 കാര്യങ്ങൾക്ക് കേരളീയ സമൂഹത്തോട് DGP-യും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും മറുപടി പറയേണ്ടി വരും. കാരണം ഇത്തരം ഒരു സംഭവം ഉണ്ടായാൽ ആ സംഭവത്തെ തുടർന്ന് അതിനനുസൃതമായ സാധാരണ രീതിയിൽ സ്വീകരിക്കേണ്ടുന്ന ഇത്തരം സംഭവങ്ങളോട് സ്വീകരിക്കേണ്ടുന്ന സമീപനമല്ല സ്വീകരിച്ചിട്ടുള്ളത്. തെറ്റ് പറ്റി എന്നിപ്പോ പറയുകയും ചെയ്തു. എന്നാൽ ആ തെറ്റ് ഒരു തെറ്റല്ല. അങ്ങനെ തുടരെ തെറ്റുകൾ സംഭവിക്കുകയും ഈ കേസ്, ഈ സംഭവം ബഹുജനങ്ങളിൽ നിന്ന് മൂടിവെക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളത് പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അതിനുവേണ്ടി കളിച്ച ഒരു കളിയാണ് യഥാർത്ഥത്തിൽ ഇതെല്ലാം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇങ്ങനെ ഒരു ക്രൂരത അങ്ങേയറ്റം കടുത്ത നടപടിയാണ് ഇവരുടെ പോലീസ് സേനയുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത്, ഈ ഒരു കേസിൽ, ഈ ഒരു സംഭവത്തിൽ തന്നെ ആ അമ്മയോട് കാണിച്ച ക്രൂരത എന്ന് പറയുന്നത് പെൺകുട്ടിയോട് ആ കശ്മലന്മാർ ഘാതകർ കാണിച്ച നിഷ്ഠൂരതയോട് സമാനമായ ഒരു നിഷ്ഠൂരതയാണ്, ക്രൂരതയാണ് അമ്മയോട് പോലീസുകാർ കാണിച്ചിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ വയ്യ. ആ അമ്മയെ കണ്ടവർക്ക് മാത്രമേ എങ്ങനെ ആ അമ്മയെ കൂട്ടി ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകാൻ പോലീസുകാർക്ക് കഴിഞ്ഞു, എന്താണ് അവരെ അതിനെ പ്രേരിപ്പിച്ചത്? ഇതുപോലുള്ള ചോദ്യങ്ങൾക്ക് ആഭ്യന്തര വകുപ്പ് മന്ത്രി മറുപടി പറയേണ്ടി വരും. രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞ് ഈ രൂപത്തിൽ അതിനെ തെറ്റായി വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ പ്രതിഷേധം ഉയർന്നു വരും. അത് പ്രതിപക്ഷത്തു നിന്ന് മാത്രമല്ല ഭരണപക്ഷത്തു നിന്നുള്ളവരും പ്രതിഷേധമുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ ഭരണക്കാർ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും നന്ദി ടീച്ചർ, ഞങ്ങളോടൊപ്പം പ്രതികരിച്ചതിന് വളരെയധികം നന്ദി. ഈ ഒരു അവസരത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന്. ജിഷ കൊലക്കേസ് അന്വേഷണത്തിൽ വീഴ്ച സംബന്ധിച്ച് DGP പോസ്റ്റ്മോർട്ടം വീഡിയോയിൽ പകർത്തിയില്ലെന്ന് DGP. എന്നാൽ എന്തുകൊണ്ട് പകർത്തിയില്ല എന്ന് ചോദിച്ചപ്പോൾ എവിടെ ആ നിയമം എന്നാണ്, അങ്ങനെ ഒരു നിയമമുണ്ടോ എന്നാണ് DGP മാധ്യമപ്രവർത്തകരോട് ചോദിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഒരു കാര്യമുള്ളത്, ഞങ്ങൾ യഥാർത്ഥത്തിലുള്ള പ്രതിയെ മാത്രമേ പിടിക്കൂ. ഒരു സംശയം കൊണ്ട് ആരെയും പ്രതിയാക്കില്ല. എവിഡൻസ് കളക്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ട നടപടികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നോക്കുക, ഇതെല്ലാം ആരാണ് പറയുന്നത്? ഏതെങ്കിലും സയൻറ്റിഫിക് എക്സ്പെർട്ടാണോ പറയുന്നത്? അപ്പോൾ നോക്കുക, ഇപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷനെ കുറിച്ച് സാമാന്യം നല്ല ഇൻവെസ്റ്റിഗേഷൻ നടത്തി പരിചയമുള്ള ആൾക്കാർ പറയുകയാണെങ്കിൽ നമുക്ക് അതിന് റിപ്ലൈ പറയാം. നടിയുടെ സാന്നിധ്യത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തണമെന്നുള്ള കാര്യവും അവിടെ വീഴ്ച വന്നതാണ് പ്രധാനമായിട്ട് ചൂണ്ടിക്കാട്ടുന്നത്. അതുപോലെ ക്യാമറയിൽ അത് ഏത് നിയമമാണെന്ന് കൂടി പറഞ്ഞാൽ കൊള്ളായിരുന്നു. Sir, I need one English.